ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ആരി വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ഇവയൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കും ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ വലിയ പൈസ ചിലവൊന്നുമില്ലാതെ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്കിത് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് എംബ്രോയ്ഡറി ഫ്രെയിം. ഇതിന് 2 റിങ്ങുകളാണുള്ളത്. ഇത് എല്ലാ ഷോപ്പിലും വാങ്ങാനായിട്ട് കിട്ടും. വലിയ പൈസയൊന്നും ആവില്ല. ഞാനിത് വാങ്ങിയപ്പോൾ ഒരു 100 രൂപയ്ക്കൊക്കെ അകത്തേ ആയിട്ടുള്ളായിരുന്നു. ഒട്ടുമിക്ക എല്ലാ ഫാൻസി ഷോപ്പുകളിലും ഇത് കിട്ടും. ആദ്യത്തെ റിങ് ഇങ്ങനെ വെച്ച ശേഷം അതിന് മുകളിലായിട്ട് ക്ലോത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ സ്ക്രൂ ഉള്ള റിങ് കൂടി വച്ച് കൊടുക്കാം. അന്ന് സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കണം. അത് നേരെ ഒന്ന് ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അതിനുശേഷം ആ തുണിയൊക്കെ ഒന്ന് നല്ലപോലെ വലിച്ച് മുറുക്കി കൊടുക്കണം. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആ തുണി നല്ലപോലെ മുറുകിയിരിക്കണം. ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് ഒരു ഫിനിഷിങ് വരില്ല. നല്ല ലൂസായിട്ട് ഇരുന്നാൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ഭംഗി കാണില്ല. അപ്പോൾ ഇങ്ങനെ മുറുക്കി എടുക്കുകയാണ്. പിന്നെ ഇതാണ് എംബ്രോയ്ഡറി ത്രെഡ്. ഇങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത്. ഇതിനൊരു 3 രൂപ 5 രൂപ അതിനകത്തൊക്കെ ആവത്തുള്ളൂ. ഇതും എല്ലാ ഷോപ്പുകളിലും കിട്ടും വാങ്ങാനായിട്ട്. ഇതിൻ്റെ പല കളറുകളും കിട്ടും. ഇതിൽ 6 ഇഴകളാണുള്ളത്. പിന്നെ ഞാൻ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മുടെ സാധാ സൂചിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പിന്നെ ഈ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ നൂലിൻ്റെ ഒരു എൻഡ് കാണാം. അതിലേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമുക്ക് ആവശ്യമുള്ള നൂല് എടുക്കാം. ആ നൂല് മൊത്തത്തിൽ ഇളക്കി എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് കുരുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതാണ്. പിന്നെ എംബ്രോയ്ഡറി ത്രെഡ് ആദ്യം വരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അതിനായിട്ട് ഞാൻ തുണിയുടെ അകഭാഗത്ത് നിന്ന് നല്ല വശത്തേക്ക് സൂചി കുത്തിയെടുത്തു. പിന്നെ നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് കെട്ടിടുന്നത്. സൂചി കുത്തി വെച്ചിട്ട് അതിലൊരു ചുറ്റിട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ അവിടെ ആ കെട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ എൻഡ് എത്തുമ്പോഴേക്കും വീണ്ടും സൂചി ഒന്ന് അടിയിലേക്ക് കുത്തിയിറക്കി നമുക്ക് അടിഭാഗത്ത് തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ സൂചി കുത്തിയിട്ട് ഒരു ചുറ്റിട്ട് അവിടെ കെട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫിനിഷിങ്ങോടുകൂടി അത് അവിടെ നല്ല ഫ്ലെക്സിബിളായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ അടുത്തതായിട്ട് വരുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനും ഞാനിതുപോലെ സൂചി അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുൻപിലേക്ക് കുത്തിയിട്ട് ബാക്കിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറച്ച് മുന്നിലേക്ക് കുത്തിയിട്ട്
ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇങ്ങനെ ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ എൻ്റെ ഭാഗത്തെത്തുമ്പോൾ സൂചി അടിയിലേക്ക് കുത്തിയിറക്കി അടിഭാഗത്താണ് കെട്ടിട്ട് കൊടുക്കുന്നത്. അടുത്തത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തണ്ടുകൾ അതുപോലെ വള്ളികളൊക്കെ ഉള്ള ഡിസൈൻസിന് ചെയ്യുന്ന സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുത്ത് ആദ്യം കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മുന്നിലേക്കായി കുത്തിയിട്ട് പിറകിലേക്ക് സൂചി വലിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്റ്റെമ്മിനെ കണക്ക് അവിടെ സ്റ്റിച്ച് വരുന്നതാണ്. വീണ്ടും മുന്നിലേക്ക് കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തി എടുത്ത സ്ഥലത്തേക്ക് തന്നെ വീണ്ടും കുത്തിയെടുക്കണം. ഔട്ട്ലൈൻ സ്റ്റിച്ചൊക്കെ ആയിട്ടും സ്റ്റെം സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഇതുപോലെ കുത്തിയെടുക്കണം. അങ്ങനെ ചെയ്തെടുക്കണം. ഇതും എൻ്റെ ഭാഗത്തെത്തുമ്പോഴത്തേക്ക് അടിയിലേക്ക് കെട്ടിട്ട് കൊടുക്കണം. അടുത്തതായിട്ട് വരുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ നൂലൊന്ന് അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുത്തൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം ആ കെട്ടിട്ട ഭാഗത്ത് നിന്ന് തന്നെ നൂലിങ്ങനെ വിടർത്തി വച്ചിട്ട് നേരെ കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്കത് സൂചി നൂലിന് മുകളിലൂടെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടും അവിടെ. വീണ്ടും ആ കുത്തി എടുത്ത അവിടെ ആ ഭാഗത്ത് നിന്ന് തന്നെ മുന്നിലേക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുത്തിയെടുക്കണം. നൂലൊന്ന് വിടർത്തി വച്ചിട്ട് നമുക്ക് വീണ്ടും അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചസും കാര്യങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.